എച്ച് ആർ സ്പെഷ്യലൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പെർഫോമൻസ് ആൻഡ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രോഡക്ടറി സെക്ഷനാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് പെർഫോമൻസ് എന്ന് നോക്കാം. സോ ദ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഡിഫൈൻസ് പെർഫോമൻസ് ആസ് എ ബിഹേവിയർ, ദ വേ ഇൻ വിച്ച് ഓർഗനൈസേഷൻസ്, ടീംസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഗെറ്റ് വർക്ക് ഡൺ. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ടീം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഒരു പ്രത്യേക ടാസ്കോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു വർക്കോ ചെയ്തു തീർക്കുന്നതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് നോക്കാം. Performance management is a systematic process by an organization to improve and evaluate the performance of its employees as individuals as well as group. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള വ്യക്തികളുടെയും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെയും ഒരു പെർഫോമൻസ് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അമേരിക്കൻ കോമ്പൻസേഷൻ അസോസിയേഷൻ എങ്ങനെയാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ആൻ എഫക്റ്റീവ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് അലൈൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് വിത്ത് ഓർഗനൈസേഷൻ മിഷൻ, വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ മിഷനും വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ അതിലെ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു എന്നതാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഈ അമേരിക്കൻ കോമ്പൻസേഷൻ അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് സൈക്കിളാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് പറയാവുന്നത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയാം. സോ അതിൽ ആദ്യത്തെ ടാസ്ക് ഇറ്റ്സ് അബൌട്ട് ദ പ്ലാനിങ്, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ആക്ട്, ദെൻ മോണിറ്റർ ആൻഡ് റിവ്യൂ. സോ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് കടന്നു പോകുന്നത് ആദ്യമേ പ്ലാനിങ്ങിലൂടെയും അതിനുശേഷം അതിൻ്റെ ആക്ട് എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിലൂടെയും വീണ്ടും അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതിലൂടെയും പിന്നെയും അത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഒരു സൈക്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം പെർഫോമൻസ് മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്.